ഹാൽ സിനിമയിലെ രംഗങ്ങൾ നീക്കേണ്ടതില്ല എന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ കത്തോലിക്ക കോൺഗ്രസിന്റെ അപ്പീലിൽ ചോദ്യങ്ങളുമായി ഹൈക്കോടതി. സിനിമ എങ്ങനെയാണ് കത്തോലിക്ക കോൺഗ്രസിനെ ബാധിക്കുന്നതെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു. സിനിമയുടെ ഏത് ഭാഗമാണ് നിങ്ങളുടെ അന്തസ്സിനെ ബാധിക്കുന്നത്? സിനിമ കാണാതെ അഭിപ്രായം പറയരുത്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിങ്ങൾക്കെതിരല്ലോ എന്നും ഹൈക്കോടതി ചോദിച്ചു. കത്തോലിക്ക കോൺഗ്രസിന്റെ അപ്പീൽ ഉത്തരവിനായി കോടതി മാറ്റിവെച്ചിരിക്കുകയാണ്. അഹമ്മദ് മുസ്തഫ കൂടുതൽ വിവരങ്ങളുമായി ഹൈക്കോടതിയിലും ചേരുന്നു. മുസ്തഫ, എന്തൊക്കെയാണ് കോടതി ചോദിക്കുന്ന ചോദ്യങ്ങൾ? എന്തായിരുന്നു കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രയർ? നേരത്തെ സിംഗിൾ ബെഞ്ചിൽ ഉന്നയിച്ച വിഷയങ്ങൾ വളരെ ശരിയായ രൂപത്തിൽ അഡ്രസ് ചെയ്യപ്പെടാതെ പോയി, അതുകൊണ്ട് ഞങ്ങളൊരു അപ്പീൽ നൽകുന്നു എന്നതാണ് ഹാൽ സിനിമയുമായി ബന്ധപ്പെട്ട് ഇന്ന് കത്തോലിക്ക കോൺഗ്രസിന്റെ ഹർജിയിലുള്ള പ്രധാനപ്പെട്ട പ്രയേഴ്സ്. അതിൽ കോടതി ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ ആദ്യം കോടതിയെ സമീപിച്ച ഒരു കക്ഷി ചേർന്ന ആൾ എന്നുള്ള നിലയ്ക്കല്ല ഈ കത്തോലിക്ക കോൺഗ്രസ്. ആദ്യം CBFCയുടെ വിധിക്കെതിരെ അല്ലെങ്കിൽ നടപടിക്കെതിരെ ഹാൽ സിനിമയുടെ അധികൃതരാണ് കോടതിയെ സമീപിക്കുന്നത്. അതിൽ എതിർകക്ഷി CBFC ആയിരുന്നു. പിന്നീട് ഈ സിനിമയിൽ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്കോപ്പ് ഉണ്ട് എന്ന രൂപത്തിലാണ് ഈ വിഷയം അവർക്ക് പറയാനുള്ള ചില ഭാഗങ്ങൾ കൂടി കേട്ട ശേഷം തീരുമാനമെടുക്കണമെന്നാണ് ഹൈക്കോടതിയിൽ അവർ ഉന്നയിക്കുകയും ചെയ്തത്. അത് മതിയായ വിധം സിംഗിൾ ബെഞ്ച് പരിഗണിക്കുകയോ അത്തരത്തിലുള്ള അവർ നിർദ്ദേശിച്ച ഭാഗങ്ങൾ നീക്കം ചെയ്യാൻ കോടതി സിംഗിൾ ബെഞ്ച് തയ്യാറാവുകയോ ചെയ്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിലുള്ള അപ്പീലിൽ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് കോടതി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും, ആ അപ്പീൽ എങ്ങനെ മെയിൻറ്റെയിനബിൾ ആകും എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് കോടതി പ്രധാനമായും ഉന്നയിക്കുന്നത്. മാത്രമല്ല, നേരിട്ട് കത്തോലിക്ക കോൺഗ്രസിനെ എങ്ങനെയാണ് ഈ സിനിമ ബാധിക്കുന്നത്, സിനിമയുടെ ഏത് ഭാഗമാണ് പ്രധാനമായും നിങ്ങളെ അഗ്രേവ് ചെയ്തതായി ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അന്തസ്സിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യം. ഹാൽ സിനിമയുടെ പ്രമേയത്തിൽ മിശ്ര വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നും ഹൈക്കോടതിയിൽ കത്തോലിക്ക കോൺഗ്രസ് വളരെ പ്രധാനമായി ഉന്നയിച്ച ചില കാര്യങ്ങൾ. അപ്പോൾ കോടതി ചോദിക്കുന്നുണ്ട്, അത് സിനിമയിലല്ലേ അങ്ങനെ കാണിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, നേരത്തെ തന്നെ ഈ സിനിമ കാണുന്നതിന് മുമ്പ് തന്നെ ഇതിൽ കക്ഷി ചേർന്ന് അവർ ഇംപ്ലീഡ് ചെയ്ത ഒരു സാഹചര്യമുണ്ട്. സിനിമ കാണാതെ എങ്ങനെയാണ് അഭിപ്രായം പറയാൻ കഴിയുക? സിനിമ കണ്ട ശേഷം ഇന്ന പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് പറയാം. അതിന് മുമ്പ് തന്നെ അസ്യൂം ചെയ്ത് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ട്, അതെങ്ങനെയാണ് നിങ്ങൾ ആ രൂപത്തിൽ അതിൽ ഇംപ്ലീഡ് ചെയ്യുന്നത്, കക്ഷി ചേരുന്നത് എന്നതിലുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചു. എന്തായാലും പ്രധാനമായി കോടതി ഇങ്ങനെ ഒരു അപേക്ഷ, ഒരു അപ്പീൽ മെയിൻറ്റെയിനബിൾ ആകുമോ, നിലനിൽക്കുമോ എന്നതുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആംഗിളുകളാണ് ഇന്ന് പരിഗണിച്ചിരിക്കുന്നത്. അതിനുശേഷം മെയിൻറ്റെയിനബിൾ ആണോ അല്ലയോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് പ്രധാനമായും മറ്റു നടപടികളിലേക്ക് പോകും. എന്തായാലും മെയിൻറ്റെയിനബിലിറ്റി സംബന്ധിച്ച് ഈ വിഷയം വളരെ ഗൗരവമായി തന്നെ കോടതി പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുറേയധികം ചോദ്യങ്ങൾ ഈ കത്തോലിക്ക കോൺഗ്രസിനോട് കോടതി ചോദിക്കുന്നത്. എന്തായാലും ആ വിഷയത്തിൽ ഇപ്പോൾ വാദം കഴിഞ്ഞിരിക്കുന്നു. ഇനി 2-3 ദിവസത്തിനകത്ത് ഉത്തരവുണ്ടാകുമെന്നും കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. നിഷാദ്.